ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. നൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ റമദാനൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പെരുന്നാൾ ഷോപ്പിങ്ങിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നോമ്പ് തുറക്കുണ്ടാക്കിയ കിണ്ണത്തപ്പാണ്. അപ്പോൾ കിണ്ണത്തപ്പം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ കനം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ശരിക്കും പുഡിങ്ങൊക്കെ കഴിക്കുന്ന അതേ ഫീലാണ്. നല്ല കനം കുറവാണ്. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു രുചിയിലാണ് ഞാൻ ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നന്നായിട്ട് കനം കുറച്ച മാവിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മധുരം ഉള്ളതും മധുരം ഇല്ലാത്തതുമായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഏത് വിധേനയായാലും നമ്മൾക്ക് കഴിക്കാൻ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ചധികം നാളികേരപ്പാൽ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചുവന്നുള്ളിയും അതേപോലെ ചെറിയ ജീരകവും കൂടി നമ്മൾക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് നന്നായിട്ട് കട്ടിയായിട്ട് പാല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്കിത് അടിച്ചെടുത്ത് ഇതേപോലെ അരിച്ച് ഒന്നാം പാൽ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു നാളികേരത്തിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾക്കതിൻ്റെ വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളുടെ പൊടി കുറച്ച് തരിയുള്ളതാണ്, അതുകൊണ്ട് ഞാനിത് നന്നായിട്ടൊന്ന് ലൂസായിട്ടാണ് ഇത് കലക്കി വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പൊടി അധികം തരിയില്ലെങ്കിൽ ഇത്തിരി കൂടി കട്ടിയിൽ നിങ്ങൾക്കിത് കുഴച്ച് വെക്കാം. അപ്പോൾ ഞാനിതൊരു 10-15 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോഴാണ് നമ്മളുടെ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് ആ ജാറിലിട്ടിട്ടൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ മധുരമില്ലാത്ത അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണ്. ഇനി മധുരമുള്ള അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കരപ്പാനിയും നമ്മളുടെ ആ ഒരു മിക്സും ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് അടിച്ച് ഇതേപോലെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ തരി ഉള്ളത് കൊണ്ട് നമ്മളൊരു 10-15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾക്കൊരു കിണ്ണത്തിലേക്ക് കുറച്ച് ഓയിൽ കൊടുത്ത് നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് തടവി കൊടുക്കാം. നമ്മളുടെ അപ്പം ഒട്ടിപ്പിടിക്കാതെ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല കനം കുറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ശരിക്കും നമ്മൾ പുഡിങ്ങൊക്കെ കഴിക്കുന്ന അതേ രുചി തന്നെയാണ് ഇതിങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ. ഇതേപോലെ നമ്മൾക്ക് മാവ് വെള്ളം തിളച്ച് വരുമ്പോൾ ഈ മാവ് ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 2 അപ്പവും ഞാനിതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇത്തിരി ജീരകം ഇട്ട് കൊടുത്തതാണ്. ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളുടെ ആ ഒരു കിണ്ണത്തപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് റമദാനിലൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നമുക്കിതിപ്പോൾ ബാക്കി വന്ന് ഫ്രിഡ്ജിൽ വെച്ചാലും കേടായി പോകുന്നില്ല. നമ്മൾക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ കാണിക്കുന്ന ടിപ്പ്, ഇതുപോലെ നമ്മൾ ഓയിലൊക്കെ അധികം ഇതേപോലെ കച്ചറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇതേപോലെ കലക്കി കൊടുക്കുക. ഓയിൽ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കിത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഓയിലിലെ എല്ലാ കച്ചറയും ആ കോൺഫ്ലോറിൽ അടിഞ്ഞുകൂടി വൃത്തിയായിട്ട് നമ്മളുടെ ആ ഓയിൽ നമ്മൾക്ക് എടുക്കാം. ഇതേപോലെ ഞാൻ ബാക്കി വരുന്ന ഓയിലൊക്കെ ഇതേപോലെ പഴയൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും. ഒരേ പ്രാവശ്യം നമ്മൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് കളയേണ്ട ആവശ്യമില്ല. 2 പ്രാവശ്യമൊക്കെ നമുക്ക് ഇതേപോലെ ഓയിൽ നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും ആ ഓയിലിൽ നമ്മൾക്ക് ഉപയോഗമുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ ഈ ഓയിലിൽ ചൂടാക്കി എടുക്കരുത്. 2 പ്രാവശ്യമൊക്കെ നമ്മൾക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ ആ ഓയിൽ കളയാണ് ഏറ്റവും നല്ലത്. ഹെൽത്തിന് ക്യാൻസറൊക്കെ വരാൻ ഏറ്റവും ചാൻസ് കൂടുന്നത് നമ്മൾ പഴയ ഓയിൽ വീണ്ടും ചൂടാക്കി എടുക്കുന്നതാണെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് 2 പ്രാവശ്യമൊക്കെ നമ്മൾക്ക് ഇതേപോലെ ഓയിൽ നമ്മൾക്ക് എടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കി ഒഴിച്ച് കൊടുത്താൽ ആ ഓയിൽ ഇതേപോലെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ 2 പ്രാവശ്യമൊക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓയിൽ കളയാണ് നമുക്ക് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഓട്ടയുടെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ചട്ടി എപ്പോഴും ഇങ്ങനെ കരിഞ്ഞ് വരാറുണ്ട്. മിക്ക പേരും ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ അതിന് നമ്മൾക്കൊരു ടിപ്പ് ചെയ്യാൻ പറ്റിയത്, കുറച്ച് മുട്ടയുടെ മഞ്ഞക്കരു ഇതേപോലെ ഒരു ടിഷ്യൂവിലോ തുണിയിലോ നമ്മൾ നന്നായിട്ട് ഈ ചട്ടി ചൂടായി വരുമ്പോൾ അതിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുത്തിട്ട് നമ്മൾ ഓട്ടയുടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു തരി പോലും അതിൽ ഒട്ടിപ്പിടിക്കില്ല.
നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മളുടെ ഓട്ടട കരിയാതെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മിക്ക ആൾക്കാർക്കുള്ള പ്രോബ്ലമാണ് ഇത് ഓട്ടട ഇങ്ങനെ കരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഓട്ടട ഒരിക്കലും കരിഞ്ഞു പോവാതെ വൃത്തിയായിട്ട് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ നല്ല ബബിളൊക്കെ വന്നിട്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക ഓട്ടട ഉണ്ടാക്കുമ്പോൾ. ഒരു തരി പോലും കരിയാതെ നമ്മളുടെ ഓട്ടട നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ ചട്ടിയൊന്നും പെട്ടെന്ന് നമ്മൾക്ക് വിട്ട് കിട്ടും. അതേപോലെ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൂരിയോ വട്ടൂരൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു തരി പോലും ഓയിൽ കുടിക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള വട്ടൂരയും അതേപോലെ തന്നെ പൂരിയൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അറിവുള്ളവരായിരിക്കാം, അറിവില്ലാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു തരി പോലും നമുക്ക് ഓയിൽ കുടിക്കാത്ത നല്ല അടിപൊളി ഭട്ടൂരയും പൂരിയൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങളും ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്കും ഓക്കെ ആണോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അതേപോലെ നമ്മളുടെ ചപ്പാത്തി മാവ് കുഴക്കുമ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചപ്പാത്തി മാവ് കുഴച്ച് നോക്കുക. ഇങ്ങനെ കുഴച്ച് നോക്കുകയാണെങ്കിൽ ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റും അതേപോലെ നല്ല പൊള്ളയുമായിട്ട് വരികയും ചെയ്യും. എത്ര ടൈം ഇരുന്നാലും നമ്മളുടെ ചപ്പാത്തി ഒരിക്കലും കട്ടിയാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് മാവിലേക്ക് കുറച്ച് ഉപ്പും ഇത്തിരി ഓയിലും അപ്പോൾ ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് സാദാ വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ച് ഒരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അത് നമ്മൾ മാവ് എടുക്കുന്നതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഞാൻ ഇത്തിരി അധികം ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണ് 1/2 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു 1/4 ഗ്ലാസ്സൊക്കെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾക്ക് ഇതേപോലെ ഒന്ന് 1/2 മണിക്കൂർ നന്നായിട്ട് നമ്മൾ മൂടി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഒറ്റ പൊള്ളക്കും വരും. അതേപോലെ ചപ്പാത്തി ഒരിക്കലും കട്ടിയാവുകയില്ല. ഇങ്ങനെ നമ്മൾക്ക് കഴിക്കുന്ന ടൈമൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളുടെ ചപ്പാത്തി കിട്ടും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ കടലാസ് പോലെ നമ്മൾക്കിത് ചുരുട്ടിയെടുക്കാം. അത്രക്കും സോഫ്റ്റാണ് ഇതുപോലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം നമ്മൾ കടലാസ് പോലെ ഇത് നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾക്കും അറിയാം. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.